അമ്പയർമാരൊക്കെ അക്ഷരം മാറ്റി വിളിക്കേണ്ട ഒരവസ്ഥയാണ്. ഓസ്ട്രേലിയ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മാച്ചിൽ 3 നിർണായകമായ പിഴവാണ് ഫീൽഡ് അമ്പയർ അല്ല തേർഡ് അമ്പയർ വരുത്തിയിരിക്കുന്നത്. ഒന്ന്, ട്രാവിസ് ഹെഡിന്റെ ക്യാച്ച് ക്ലിയർ ആയിട്ട് ഫിംഗർ ബോളിന്റെ അടിയിലുണ്ട്, ബോൾ ടോട്ടലി അണ്ടർ കൺട്രോൾ ഓഫ് ദ ഫീൽഡർ, അത് ഏത് കണ്ണുമുട്ടനും കണ്ടാൽ മനസ്സിലാവും, പക്ഷേ ഔട്ട് കൊടുത്തില്ല. 2, റോസ്റ്റൺ ചേസിന്റെ LBW, അത് ക്ലിയർ ആയിട്ട് ഡീവിയേഷൻ ഉണ്ട്, ബാറ്റിൽ തട്ടുന്നുണ്ടെന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷേ ചെറിയൊരു സ്പൈക്ക് ബാറ്റിൽ തട്ടുന്നതിന് മുമ്പ് കാണുന്നുണ്ട്. അത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു എവിഡൻസ് അല്ല, അതുകൊണ്ട് തന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം ബാറ്റ്സ്മാന് കിട്ടേണ്ട സാഹചര്യം. 3, ഷായ് ഹോപ്പിൻ്റെ ക്യാച്ച് ബോൾ ക്ലിയർ ആയിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ കീപ്പറിൻ്റെ കയ്യിൽ ബോൾ കൺട്രോളിലാണെന്ന് അമ്പയറിന് തോന്നിയാൽ പോലും ബോൾ ടച്ച് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ബോൾ അണ്ടർ കൺട്രോൾ ഓഫ് ദി ഫീൽഡർ ആണോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം. തീർച്ചയായിട്ടും സംശയത്തിൻ്റെ ആനുകൂല്യം അവിടെ ബാറ്റ്സ്മാന് കിട്ടേണ്ട സാഹചര്യം. ഈ 3 ഇൻസിഡൻറ്റിൽ ഹെഡ് ക്ലിയർ ഔട്ടാണ്, മറ്റ് 2 ഇൻസിഡൻറ്റിൽ 50-50 ആണ്. തീർച്ചയായിട്ടും ബാറ്റ്സ്മാന് സംശയത്തിൻ്റെ ആനുകൂല്യം കിട്ടേണ്ട സാഹചര്യം. മാച്ചിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തീരുമാനങ്ങളായിരുന്നു ഇത്, പ്രത്യേകിച്ചും ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളാണ് തേർഡ് അമ്പയറിന് ഈ ഒരു മാച്ചിന് ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫീൽഡ് അമ്പയറിന് തെറ്റുപറ്റാം, വല്ലപ്പോഴും ഒരിക്കൽ തേർഡ് അമ്പയറിന് തെറ്റുപറ്റാം, പക്ഷേ തുടർച്ചയായിട്ട് 2 ദിവസം ഇത്രയും തെറ്റുകൾ തേർഡ് അമ്പയറിന് പറ്റുന്നത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.